നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കിയെടുത്താലോ, അത് ഫ്ലിപ്പ് ചെയ്യുന്ന മോഡൽ. യെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 25x7 സെൻറ്റിമീറ്ററിൽ വരുന്ന ഒരു വലിയൊരു പേപ്പർ കട്ടിങ്ങും, പിന്നെ 7 സെൻറ്റിമീറ്ററിൻ്റെ 4 സ്ക്വയർ പീസും, പിന്നെ 6 സെൻറ്റിമീറ്ററിൻ്റെ 4 സ്ക്വയേഴ്സും ആണ് എടുക്കുന്നത്. അപ്പോൾ കളേഴ്സ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ആ 7 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ വലിയ പീസിൽ ഞാൻ 7 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ അളന്നിട്ട് ആ ഭാഗം വിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഓരോ 1 സെൻറ്റിമീറ്റർ ലൈനിന് വരച്ച് കൊടുത്തിട്ട് അങ്ങനത്തെ 4 ലൈന് വരച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ആ ഭാഗത്താണ് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാർഡുകൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റിൽ ഞാൻ ആ 7 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ നന്നായിട്ട് കറക്റ്റ് ആ പ്ലേസിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പിന്നീട് വരുന്ന ഓരോന്നും മുകൾ ഭാഗം മാത്രം ഗമ്മ് തേച്ചിട്ട് നമ്മുടെ ആ ലൈനിനെ ലെവലാക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ മാത്രമേ അത് കറക്റ്റായിട്ട് ഫ്ലിപ്പായി വരുള്ളൂ കേട്ടോ. പിന്നെ ഞാനിതാ ഈ കാണുന്ന ഒരു പേപ്പർ എടുത്തിട്ട് അത് നന്നായിട്ട് പരസ്പരം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ പിങ്ക് കളർ കാർഡിലേക്ക് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നില്ല, പരസ്പരം ആ ബ്ലൂ കളർ കാർഡ് മാത്രമേ ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ. അത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലിപ്പാവില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജസ് എഴുതാം, സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം, ഒക്കെ ചെയ്യാം. അപ്പം എൻ്റെ കാർഡ് കാണാൻ കുറച്ച് വൃത്തിയൊന്നുമില്ല, കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് നട്ടപ്പാതിരാക്ക് വന്നൊരു ഐഡിയ എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.